എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി റെഡിയാക്കാം. കത്തിരിക്ക വെച്ചിട്ട് ഒത്തിരി വിഭവങ്ങൾ ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോഴാട്ടോ മന്നിമാരാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വഴുതനങ്ങയിലേക്ക് പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പുളിവെള്ളം, പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം കേട്ടോ, ഒരു വിസിൽ വരുന്ന വരെ. അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ജീരകം, ചെറുള്ളി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇവ ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കാം. താളിപ്പ് റെഡിയാക്കാം. കടുകും ഉഴുന്നും ചേർത്ത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് വഴണ്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഈ റെഡിയാക്കിയ അരപ്പ് നമുക്ക് വേവിച്ച കത്തിരിക്കയിലേക്ക് ചേർക്കാം. ഇതെന്താന്ന് വെച്ചാൽ പുളിവെള്ളം ചേർത്തുകൊണ്ടേ കുക്കറിൽ വേവിക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേവി, ഈ കറിയുടെ ഗ്രേവി തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ നിൽക്കരുത്. തിള വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ താളിപ്പ് ചേർത്തിട്ട് തിളച്ച് മറിയൊന്നും വേണ്ട, മൂടി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. കഴിക്കുന്നവരുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. എനിക്ക് കത്തിരിക്ക അത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവർ നോൺ വെജ് കഴിക്കുന്നവർക്ക് വളരെ ഇഷ്ടമായ ഒരു കറിയാണ്. അതാണ് നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മഞ്ഞുമാർ ഒത്തിരി പറഞ്ഞു തന്ന റെസിപ്പികളുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ കത്തിരിക്ക വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി ഉണ്ട്. അതെല്ലാം കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.